ഹലോ! ഇന്ന് ഞാൻ കാർഡ്ബോർഡിൽ ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതും ഒരു 3D ഇഫക്റ്റ് തരുന്ന പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 1 മിനിറ്റിൽ എനിക്കെല്ലാം പറഞ്ഞു പോകാൻ പറ്റുമെന്ന് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലോട്ടസ് പോണ്ടാണ് കേട്ടോ. അപ്പോൾ ലോട്ടസ് പോണ്ട് പിന്നെ അതാണ് എൻ്റെ ഫ്രെയിമായിട്ട് ലോട്ടസ് ലീവ്സാണ് എൻ്റെ ഫ്രെയിമായിട്ട് വരിക. ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ആ വാട്ടർ വരും. പിന്നെ ചെറിയ ലോട്ടസസ് ഉണ്ട്. പിന്നെ ആ വെള്ളത്തിലൊരു തോണിയും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ അപ്പോൾ നമ്മൾ ആ ഷേപ്സ് എന്താണോ അതെല്ലാം വരച്ച് വെച്ചു. ഒരു കാർഡ്ബോർഡിൽ ഞാൻ വരച്ചിട്ട് അതെല്ലാം കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. പിന്നെ ആ തോണി ഫസ്റ്റ് തന്നെ ഞാൻ തോണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തോണി കട്ട് ചെയ്തെല്ലാം എടുത്ത് പെയിൻറ്റ് ചെയ്യുകയാണ്. ബ്രൗൺ പെയിൻ്റ് എല്ലാം വെച്ച് തോണി മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തു. പിന്നെ അതിൽ സ്ട്രൈപ്സ് വരച്ചു. ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൊടുത്തു കേട്ടോ. അപ്പോൾ തോണി വേഗം കഴിയും. തോണി ഈസിയാണ്. ഇത് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തോണി കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മുടെ ഫ്രെയിമാണ്. ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ലോട്ടസിൻ്റെ ആ ലീവ്സാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഗ്രീനിൻ്റെ 2 ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ലൈറ്റ് ഗ്രീനും പിന്നെ ഒന്ന് ഡാർക്ക് ഗ്രീനും. അപ്പോൾ ഇടയിലായിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ലീവ്സ് ഒന്ന് വരയ്ക്കാം പെയിൻറ്റ് ചെയ്തിട്ട്. പിന്നെ അതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഞാനൊരു വൈറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് സ്ട്രൈപ്സും പിന്നെ ഡോട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡിയാണ്. ഇനിയാണ് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് എടുത്ത് അതിൽ നമ്മുടെ വാട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ. അപ്പോൾ സ്കൈ ബ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി ഡാർക്ക് ബ്ലൂ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് അങ്ങനെ അതിൽ ചെറിയ രീതിയിലൊന്ന് യൂസ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു വാട്ടർ ഇഫക്റ്റ് വരാനായിട്ട്. പിന്നെ വൈറ്റ് കൊണ്ടും ഞാനിങ്ങനെ ഹൈലൈറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഈ കാർഡ്ബോർഡ് മുഴുവനായിട്ട് നമ്മൾ വാട്ടർ ആ ബാക്ക്ഗ്രൗണ്ട് അതാണ് മൊത്തം. അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. ആ വാട്ടറിൻ്റെ അതെല്ലാം സംഭവം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാം ലോട്ടസ് വേണമെന്ന്. അപ്പോൾ ലോട്ടസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു പിങ്ക് ചാർട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് അതിലാണ് ലോട്ടസിന് വേണ്ടിയിട്ട് ഞാൻ ഫോൾഡ് ചെയ്യുകയാണ്. ചാർട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിങ്ങനെ ഒരു ലീഫിൻ്റെ നമുക്കറിയാമല്ലോ ഒരു ഇതളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിങ്ങനെ നടുവിൽ അപ്പോൾ നമുക്കറിയാം ഒരു സംഭവം നമുക്ക് കണക്റ്റഡ് ആയിട്ട് 2 ഇതൾ കിട്ടും. അപ്പോൾ അതിങ്ങനെ നടുവിൽ ഗമ്മ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് പോവുകയാണ്. പിന്നെ നടുവിലായിട്ട് ഒരു റൗണ്ട് അത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ എന്നിട്ട് യെല്ലോ കളർ ഇതെല്ലാം ഞാൻ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വൈറ്റിലും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ അത് ഞാൻ 4 ഇതിലുള്ള ഫ്ലവറാണ്. അതിൽ പിന്നെ രണ്ടെണ്ണം എക്സ്ട്രാ ആഡ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അതും ഇതേപോലെ പെയിൻറ്റ് ചെയ്തു. നടുവിൽ എല്ലാം പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ഫ്രെയിമിൽ ഈ ലോട്ടസ് സ്റ്റിക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ലോട്ടസ് എല്ലാം നമുക്ക് ഇഷ്ടമുള്ളവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഫ്രെയിമിൽ മുകളിലും ഒരു കോർണറിലും കൊടുക്കുന്നുണ്ട്. പിന്നെ താഴത്തെ ഒരു കോർണറിലും പിന്നെ ഇവിടെയായിട്ട് ഒരു നടുവിലും ആ രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിം സെറ്റായിട്ടോ. ഫ്രെയിമിൽ എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എല്ലാം ലീവ്സും ഫ്ലവേഴ്സും എല്ലാം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് നമ്മുടെ ആ വാട്ടറിൻ്റെ ആ സ്ക്വയർ ബോർഡ് എടുക്കുക. അതിൽ നമുക്ക് നമ്മുടെ തോണി സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3D ഇഫക്റ്റ് ആണെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലൊരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് സ്റ്റിക്ക് ചെയ്തിട്ട് വേണം തോണി സ്റ്റിക്ക് ചെയ്യാൻ. പിന്നെ തോണി തുഴയാനായിട്ടുള്ള ആ സ്റ്റിക്കും ഒന്ന് ഇതിൽ സ്റ്റിക്ക് ചെയ്യുക. ഇനി നമ്മുടെ ഫ്രെയിമിൽ ഇതേപോലെ 4 സൈഡ്സും നമ്മൾ ആ കാർഡ്ബോർഡ് പീസ് സ്റ്റിക്ക് ചെയ്തിട്ട് ആ വാട്ടറിൻ്റെ ആ കാർഡ്ബോർഡിലേക്ക് ഈ ഫ്രെയിം സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.